മിഷൻ. വെൽക്കം ബാക്ക് ടു മൈ ജംഗ്ഷൻ. ലോകപാടുന്നത് ഇവിടെ എന്താണെന്ന് വെച്ചാൽ നമ്മൾ വയനാട്ടിലെ കാരാപ്പുഴ മെഗാ ടൂറിസത്തിലാണ് വന്നിട്ടുള്ളത്. ഇവിടെയുള്ള മനോഹരമായ കാഴ്ചകളെല്ലാം കാണാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിൽ അടക്കാം. വീഡിയോ കിടക്കുന്നതുകൊണ്ട് വെച്ചാൽ ആദ്യമേ ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിൽ അടക്കാം. അപ്പം നമ്മൾ കണ്ണൂരിലാണ്. കണ്ണൂരിൽ നിന്ന് വയനാട് എത്തി. ആടെ ഫസ്റ്റ് കണ്ണൂരിലാണ് പോയത്. അവിടെ നിന്ന് ഇവിടെ എത്തുമ്പോഴത്തേക്ക് ലേറ്റായി, വൈകുന്നേരമായി. അപ്പോൾ ഇവിടെ ഒരുപാട് കാണാനുണ്ട്. നമുക്ക് കുറച്ച് സ്ഥലമൊന്നും കണ്ടിട്ടില്ല. അപ്പോൾ ഇവിടെ കുറേ ഫ്ലവേഴ്സുള്ളൊരു ഗാർഡൻ ഉണ്ട്. അപ്പോൾ ഇതെല്ലാം കണ്ട് തള്ളിപ്പോയി. ഇവിടെ ഒരു ട്രാംപോൾ പാർക്കുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഞാൻ കയറുന്നുണ്ട്. കുറച്ച് സമയം കഴിഞ്ഞിട്ടാണ് കയറുന്നത്. അപ്പോൾ ഇവിടെ നല്ല അടിപൊളി സൺഫ്ലവർ ഉണ്ട്. അപ്പോൾ കാണാൻ തന്നെ അടിപൊളിയാണ്. ഫോട്ടോ എടുത്താൽ അതിഗംഭീരാവും. ഇപ്പം ഇവിടെ ഒരു സ്ലൈഡ് ഉണ്ട്. കുറച്ച് കാണാൻ നല്ല ഭംഗിയുള്ള സ്ലൈഡാണ്. അപ്പം അത് കണ്ട് ഞാൻ ഓടിപ്പോകുന്നുണ്ട് കയറാൻ. ഇത് ഫ്രീ ആണ്. ഇത് വേറെ റൈഡാണ്. ഇതിലെല്ലാം കയറുന്ന വീഡിയോ വേറെ ഉണ്ട്. ഇവിടെ ഒരു സിബ് ലൈൻ ഉണ്ട്. കേരളാസ് ലോങ്സ്റ്റ് സിബ് ലൈൻ ആണിത്. ഇനി നമ്മൾ ഈ റൈഡിലെല്ലാം കറങ്ങി ടിക്കറ്റ് അടിക്കുകയാണ്. അപ്പം ഞാനിവിടെ ഉണ്ട്. എന്നെ സൂം ചെയ്ത് നിങ്ങൾക്ക് നോക്കിക്കോളൂ. നമ്മൾ ഇതിൽ കയറിയിട്ടുണ്ട്. ഇത് ഒരാൾക്ക് 250 രൂപയാണ്. 90 സെൻറ്റിമീറ്ററിന് മുകളിൽ ഹൈറ്റുള്ള എല്ലാവർക്കും ഇതിലേക്ക് കയറാം. ഇതിൻ്റെ പേര് സ്പേസ് ടവർ ആണ്. ഇത് നല്ല ലോങ് പോയിട്ട് അവിടുന്ന് ഒരു വിടുകയാണ്. അത് വിടുമ്പോൾ പേടിയാവും. പക്ഷെ എനക്ക് പേടിയൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ. ഞാൻ കല്ലുപോലെ അവിടെ ഉറച്ചിരിക്കുകയാണ് ചെയ്തത്.
ഇവിടെ ഒരു റൈഡ് ഉണ്ട്, ഇതായിട്ടില്ല. നമ്മുടെ ഇവിടെ പിന്നെയും ഗാർഡൻ ആണ്. ഇവിടെ ഗാർഡനും ഉണ്ട്, നമുക്ക് കളിക്കേണ്ട എല്ലാം ഉണ്ട്. ഇവിടെ സൗത്ത് ഇന്ത്യൻ്റെ ബിഗ്ഗസ്റ്റ് ജയന്റ് സ്വിങ് ഉണ്ട്. അപ്പോൾ ഇത് ഇങ്ങനെ നമ്മളവിടെ ഇതാക്കി നമ്മളെല്ലാം സേഫ്റ്റി ആക്കി അത് മേലേക്ക് വലിച്ചുകൊണ്ട് പോയിട്ട് അവിടെ നിന്ന് ഒരു വിടലാണ്. ഇതിന് ഞാൻ കയറിയിട്ടില്ല. ഇതിൽ കയറാൻ ഒരാൾക്ക് 40 മുകളിൽ വെയിറ്റ് വേണം. അപ്പോൾ 250 രൂപയാണ് ഇതിൻ്റെ പ്രൈസ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഇതിൽ കയറാൻ കഴിയില്ല. അപ്പോൾ ഇത്രയും ഐറ്റ് കൊണ്ടിട്ടാണ് ഇത് വിടുന്നത്. വിടുന്ന കാണുമ്പോൾ തന്നെ പേടിയാവും, അത്രക്കും മേലിൽ നിന്നാണ് വിടുന്നത്. ഇവിടെ നല്ലൊരു ഗാർഡൻ ഉണ്ട്. അങ്ങനെ നമ്മ ഇങ്ങനെ നടന്നു പോവുകയാണ്. അപ്പോൾ ഇവിടെ നല്ല ഗാർഡൻ ഉണ്ട്. അപ്പോൾ ആ ഊഞ്ഞാലാടുന്നുണ്ടോ, ഇങ്ങനെ വരെ കാണുന്നുണ്ട്. അപ്പോൾ നമ്മ ഇങ്ങനെ നടന്നു പോയാണ്. അപ്പോൾ ഇവിടെ മഴ പെയ്തുകൊണ്ട് ചളി ഉണ്ടായതുകൊണ്ട് അത് തുള്ളി തുള്ളി പോവുകയാണ്. പിന്നെ ഇവിടുന്ന് 2 പിക്ക് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടുത്തെ ഗ്രാസ് നല്ല സോഫ്റ്റ് ആണ്. അപ്പോൾ ഇവിടെ കുറേ അധികം കാണാനുണ്ട്. അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് ഡാം ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഞാനും ഉമ്മ ഇങ്ങനെ പോയാണ്. അപ്പോൾ എവിടെയാണെന്ന് നമുക്കറിയില്ല, നമ്മൾ 3 മാത്രമേ വന്നിട്ടുള്ളൂ. നമ്മളപ്പുറമല്ലേ അവരെല്ലാം നോക്കുന്ന വിചാരിച്ചിട്ട് നമ്മൾ വേഗം തിരിച്ചു പോവുകയാണ് ചെയ്തത്. അപ്പോൾ ഇവിടെ ഒരു വെള്ളമുണ്ട്, ഇവിടെ തന്നെയാണ് ഡാം, ഒന്നും എനിക്കറിയില്ല. അപ്പോൾ ഇത് നമ്മൾ തിരിച്ചു പോയാണ് സിഗ്നലും കണ്ടിട്ട്. അപ്പോൾ നമ്മുടെ സൺഫ്ലവറിൽ നമ്മൾ തുറച്ചു നോക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് നേരത്തെ പറഞ്ഞ ഐറ്റം. ഇതിങ്ങനെ മുകളിലേക്കൂടെ ഇങ്ങനെ കറങ്ങും. അപ്പോൾ ഇതിൽ ഒരാൾക്ക് കയറാൻ 130 രൂപയാണ്. അപ്പോൾ ഇത് എല്ലാ ഏജിലുള്ളവർക്കും കയറാം. 90 സെൻറ്റിമീറ്ററാണ് ഇതിൻ്റെ മിനിമം ഹൈറ്റ്. അപ്പോൾ ഇതിൻ്റെ പേര് ഫ്ലൈയിങ് ചെയേഴ്സ് എന്നാണ്. ഞാൻ ഒന്നിലും കയറിയില്ല, ട്രാംപോളൈനിൽ കയറണം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ തുള്ളിച്ചാടിയാണ്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലും തുള്ളിച്ചാടൽ തന്നെയാണ്.
അപ്പോൾ ഇത് 3 വയസ്സ് മുകളിലുള്ളവർക്ക് കയറാം. മാക്സിമം വെയിറ്റ് 40 കിലോയാണ്. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് 80 രൂപയാണ്. അപ്പം നമ്മളപ്പുറം വന്ന 2-3 ആൾ ഈ ജിപ്പ് ലൈനിലോട്ട് വരുന്നുണ്ട്. അപ്പോൾ അവരെയും കത്ത് നമ്മൾ നിൽക്കുകയാണ്. അപ്പം നമ്മൾ ഇവിടുന്ന് ജീപ്പിലാണ് അടുത്തേക്ക് പോവുക. എന്നിട്ട് അവിടുന്ന് ഇങ്ങോട്ട് ജിപ്പ് ലൈനിലാണ് വരിക. അങ്ങനെ നമ്മൾ കാത്തിരിപ്പ് തുടരുകയാണ്. അപ്പോൾ ഇതിൽ കയറാൻ ഒരാൾക്ക് 390 രൂപയാണ്. ഇതിൻ്റെ മാക്സിമം വെയിറ്റ് 40 കിലോ ആണ്. അപ്പോൾ അവർ വരുന്നുണ്ട്. അപ്പോൾ അടുത്തോളം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ബൈ.